അങ്ങനെ നെസ്ലിൻ നായകനായ മോളിവുഡ് ടൈംസ് കണ്ടിറങ്ങിയിരിക്കുകയാണ് ദ വൺ നെയിം അഭിനവ് സുന്ദർ നായിക്. ഈ ഒരൊറ്റ പേരുകൊണ്ടാണ് ഞാൻ പടത്തിന് കയറിയത്. അതായത് നെസ്ലിൻ്റെ സീൻ കൊണ്ടൊന്നുമല്ല. വൈ? ബിക്കോസ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എവർ മൂവി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ സാധനമാണ്. ഇപ്പം അതിലേക്ക് മോളിവുഡ് ടൈംസും കൂടി കയറി. എന്ത് പടമാണിതല്ലേ, എന്ത് പടം എടുത്തു വെച്ചിരിക്കുന്നത്, സീരിയസ്ലി മാൻ. ഇത് ഞാൻ ആദ്യമേ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പടം ഒരു എന്താ പറയുക, സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് സിനിമയ്ക്ക് അകത്തുള്ള ആളുകൾക്കൊക്കെ കുറേയൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും, കുറേയൊക്കെ 10 ആക്കൊരു കൊട്ടി കിട്ടി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കും, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കും. ചില ആളുകൾക്ക് ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ, ഒരു സ്കെയില്, ചിലപ്പോ അടി ഇടി വെടി അങ്ങനത്തെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വരാം. പക്ഷേ എനിക്ക് ഈ പടം ഭയങ്കര വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയൊരു ഫ്ലോ ഉണ്ട് ഈ പടത്തിന്. സിനിമയ്ക്കകത്ത് സിനിമയുടെ കഥ പറഞ്ഞ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഓക്കെ. പക്ഷേ സിനിമയ്ക്കകത്തെ ചതിക്കഥ പറഞ്ഞ സിനിമയിലെ ടോപ്പ് പടം, ടോപ്പ് പടം, സീരിയസ്ലി ടോപ്പ് പടം. ഇപ്പോൾ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ലാലേട്ടനും നമ്മളുടെ ശ്രീനിവാസൻ സാറൊക്കെ ഉള്ള മറ്റേ മൂവിന്റെ പേരെന്തായിരുന്നു, ഉദയനാട് താരമൊക്കെ ആ സിനിമയ്ക്കകത്ത ചതി വഞ്ചന ഇതിന്റെ ഒക്കെ സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഈ ജനറേഷനിൽ വരുമ്പോ ഇപ്പൊ ഇതെങ്ങനെ നടക്കും, അതാണ് ഇതിനകത്ത് കുറെ എലമെന്റുകളുണ്ട്. റൈറ്റേഴ്സിന്റെ വാല്യൂ എന്താണ്, ഒരു സിനിമയ്ക്കകത്ത് ഒരു റൈറ്ററിന്റെ വാല്യൂ എന്താണ്, അയാളുടെ ഒരു തരം എഫേർട്ട് എന്താണ്, ഡയറക്ടേഴ്സിന്റെ ഒരു ഫേസ് എന്താണ്, പ്രൊഡ്യൂസേഴ്സിന്റെ പല സൈഡുകൾ എന്തുകൊണ്ട് അതിനെ അങ്ങനെ ഒരു കൊട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആരെയും പേരെടുത്ത് പറഞ്ഞു കൊട്ടിയില്ലെങ്കിലും ഇതിലെ റെഫറൻസ് വെച്ച സിനിമയ്ക്കകത്ത പല സിനിമകൾ കാണുമ്പോഴും ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ പല പടങ്ങളുമായിട്ടുള്ള റെഫറൻസ് നമുക്ക് തോന്നാം. അതും ഇൻഡസ്ട്രിയിലെ എന്താ പറയാ ബിഗ്ഗസ്റ്റ് ഹിറ്റ് സിനിമയെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വെച്ച് റെഫറൻസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ നെസ്ലിൻ്റെ ക്യാരക്ടർ തുടങ്ങുന്ന ഒരു ലൂപ്പ് ഉണ്ട് ഇതിനകത്ത്. ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു നോവലിൽ നിന്ന് തുടങ്ങുകയാണ്. അത് എഴുതിയത് നമ്മുടെ ഈ ജഗദീഷിൻ്റെ ക്യാരക്ടറാണ്. ജഗദീഷ് ഒരു റൈറ്ററാണ് ഇതിനകത്ത്. ജഗദീഷിൻ്റെ ക്യാരക്ടർ എഴുതുന്ന നോവലുകളിൽ നിന്ന് തുടങ്ങുന്ന അടിച്ചുമാറ്റൽ സാധനം, ആ ബേസ് പ്ലോട്ട് അതാണ്. ആ സാധനത്തിൽ തുടങ്ങി അവിടെ തന്നെ എൻഡ് ആവുന്നത് വരെ ഒരു തരത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് എവിടെ പോയി അവസാനിക്കുന്നുള്ളത്. പക്ഷേ പടം എവിടെ തുടങ്ങി വെച്ചോ ക്ലൈമാക്സിക്ക് എത്തുമ്പോൾ ഇത് അവിടെ തന്നെ ആ ലൂപ്പിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു തരം മാജിക് ഉണ്ട് അഭിനവ് കാണിച്ചു വെച്ചത്. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പടിയെന്ന് ചോദിച്ചു, അങ്ങനത്തെ സാധനം ഒന്ന് മിസ്സായാ പോയി. എവിടെയെങ്കിലും ഒന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞാലോ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫോണിൽ നോക്കിയിട്ടൊന്ന് തല മാറ്റി അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് മിസ്സായി പോയോ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാലോ ചായ കുടിക്കാൻ പോയാലോ ഒക്കെ പടം കഴിഞ്ഞു പോകും. അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ ഇന്നായിരിക്കണം പടത്തിനകത്ത്, ഇന്ന ഈ പടം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നെസ്ലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് പറഞ്ഞാൽ ഇതിന് കുറേ നെസ്ലിന് ട്രോളും സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബംഗാളി ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല മക്കളെ, നെസ്ലിൻ സത്യത്തിൽ ഈ ക്യാരക്ടറിന് തീയിടുക ഇൻ ദ സെൻസ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നെസ്ലിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ക്യാരക്ടർ ഇത്രയും മെച്യൂറായിട്ട് ചെയ്തു പോകുന്നുള്ളത്. ചില സീനൊക്കെ ഉണ്ട്, സംഗീതും നെസ്ലിനും കൂടിയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സാധനമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നെസ്ലിൻ്റെ ഡെലിവറി, സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് സംഗീതത്തിനുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു തരം എവിടെ ഇടിച്ചു കയറി ചെല്ലും, ആരെയും കൺവിൻസ് ചെയ്യുന്നുള്ളൊരു സാധനം. അത് തന്നെയാണ് ഒരു റിയൽ ലൈഫ് സാധനം തോന്നുന്നു ഈ സംഗീതിൻ്റെ. നെസ്ലിൻ്റെ ക്യാരക്ടറും സംഗീതിൻ്റെ ക്യാരക്ടറും ഈ സിനിമയിലുള്ള 2 ഷെയ്ഡുകളാണ്. അതിൽ തന്നെ നെസ്ലിന് വരുന്നൊരു ഡോമിനൻസ് ഉണ്ട് ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. സംഗീതിൻ്റെ മുകളിൽ അതൊരു ഭീകര ഡെലിവറായി പോയത്. അത് ഭയങ്കര, ഞാൻ ഞെട്ടിപ്പോയി. നെസ്ലിന് അങ്ങനെ ഒരു സാധനം ഡെലിവർ ചെയ്യുന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനത്തെ കിഡിലൻ പെർഫോമൻസ് അല്ലേ. ആ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര സാധനങ്ങൾ, 2-3 സീനുകളിലൊക്കെ സത്യത്തിൽ നെസ്ലിൻ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഷറഫുദ്ദീൻ ആസ് യൂഷ്വൽ. ഷറഫുദ്ദീൻ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇതിലൊരു കീ റോളാണ് ഷറഫുദ്ദീൻ്റെ. ഈ അണ്ടർഡോഗ് എന്ന് പറഞ്ഞ സാധനം ഈ സിനിമയ്ക്കകത്ത് പലയിടത്തായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ശരിക്ക് മലയാള സിനിമയിൽ ഒരു റിയൽ ലൈഫ് അണ്ടർഡോഗാണ് ഷറഫുദ്ദീൻ. കാരണം ഷറഫുദ്ദീൻ തരുന്ന ഹിറ്റുകൾ, ഷറഫുദ്ദീൻ്റെ ഒരു പ്ലേസ്, അതൊരു അണ്ടർഡോഗ് സാധനം ഷറഫുദ്ദീൻ തന്നെ ഉണ്ടാക്കി വന്നൊരു ഐറ്റമാണ്.
അതിങ്ങനെ അടിവരട്ട് പോകുന്ന പോലെ ഷറഫുദ്ദീൻ അത് പറയുമ്പോണ്ടല്ലോ, സത്യത്തിൽ അത് ഷറഫുദ്ദീന്റെ സിനിമ കരിയറുമായിട്ട് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് അല്ലേ, ഷറഫുദ്ദീനൊക്കെ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. രാജേഷ് മാധവൻ അടിപൊളി പെർഫോമൻസ് ആണ്. സംഗീത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചില സീനുകളിൽ ഈ ഇവന്റെ ക്യാരക്ടർ, നെസ്ലിന്റെ ക്യാരക്ടർ ഔട്ട് പെർഫോം ചെയ്തു സംഗീതിനെ. പക്ഷെ സംഗീതിന്റെ ഒരു ഒറ്റ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റേജിൽ ഒരു അവാർഡ് കൊടുക്കാൻ നേരത്തെ വന്ന് കയറിയിട്ട് അടിച്ചൊരു ഐറ്റം. സംഗീതം അവിടെയൊക്കെ ഉണ്ടല്ലോ, സംഗീതം അവിടെയൊക്കെ അങ്ങോട്ട് ജീവിക്കണ പോലത്തെ ഫീലിംഗ് അല്ലേ. അയാള് അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് സംഗീതിന്റെ ഒരു നേച്ചറിന്റെ ആ നേച്ചറുള്ള ക്യാരക്ടേഴ്സ് കൊടുത്താൽ സംഗീതം പൊളിയാണ്. അത് ഇതിനകത്തും സംഗീതം പൊളിച്ചിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ വരുന്നതോട് കൂടിയിട്ട് ഈ പടത്തിന്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് മാറി. അയാൾക്ക് ഇങ്ങനെ കയ്യടിന്ന് കിട്ടാൻ കാരണം അയാൾ ആ ഒരു ഷെയ്ഡ് തന്നെ മാറുക. അതായത് എൻറ്റയർ ക്യാരക്ടറിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ വരുമ്പോൾ ഒരു പ്രസൻസ് ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റാണ്. അതിനകത്ത് ഇയാൾ കൊടുക്കുന്ന ഒരു ഐറ്റം, ഇയാളോട് പാവമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഇയാൾ പാവമായിട്ട് അഭിനയിക്കും, ക്രൂരനാവാൻ പറഞ്ഞാൽ ക്രൂരന് പോവും, കുറുക്കനാവാൻ പറഞ്ഞാൽ കുറുക്കന് പോവും. ഫസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ സൗണ്ട് ആണ് ഒരു ഫോണില്, അത് കേൾക്കുമ്പോ തന്നെ തിയേറ്റർ ഫുള്ള് കയ്യടി എല്ലാവരും ഉണർന്നിരിക്കുക. പിന്നെ പടം ഭയങ്കര രസമായിട്ട് മാറും. ഒരു എക്സ്പെക്ടേഷൻ ആണ് ശരിക്കും. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാ ഇയാൾ വന്ന എന്തെങ്കിലും അങ്ങനത്തെ ക്യാരക്ടർ വരുന്നു കേട്ടോ. അഭിനവ് വിനീത് ശ്രീനിവാസൻ വെച്ച ക്യാരക്ടറും അങ്ങനത്തെ ക്യാരക്ടറാണ്. അത് ഭീകരമായിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തു. അതേപോലെ അൽതാഫ് സലീം എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു അൽതാഫ് സലീമിന്റെ ക്യാരക്ടറിന്. അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം നെസ്ലിന്റെയും ബാക്കി ടീമിന്റെയും ഒപ്പം ഈ പടം കൊണ്ടുപോകുന്നതിൽ ഒരു മെയിൻ റോള് അൽതാഫിന്റെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആവുമ്പോഴത്തേക്ക് പിന്നെ അത് അങ്ങോട്ട് കുറഞ്ഞാലും ഫസ്റ്റ് ഹാഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ നെസ്ലിനും ഒരു പരിധി വരെ ഷറഫുദ്ദീനും അവരൊരു ഐറ്റം ആയിട്ടാണ് ഈ സാധനം പോയിട്ടുള്ളത്. പിന്നെ സിനിമയ്ക്കകത്ത സിനിമ എന്നുള്ള കഥ പറയുമ്പോൾ എപ്പോഴും യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താ, സ്ക്രിപ്റ്റ് കക്കുക. ആ ഒരു സാധനം മാത്രമേ നമുക്ക് സിനിമയ്ക്കകത്ത സിനിമയായിട്ട് അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് സിനിമ എടുക്കാനുള്ള ഒരു സ്ട്രഗിൾ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് സിനിമയ്ക്കകത്ത് നടക്കുന്ന ഇപ്പം ഇൻഡസ്ട്രിയിൽ കറൻ്റ്ലി നടക്കുന്നതുമായിട്ടുള്ള പല ഇൻസിഡൻസിനെയും ഭയങ്കരമായിട്ട് അഭിനയം. എനിക്ക് എന്താ പറയുക, ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ അഭിനവിന് മെസ്സേജ് അയച്ചിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഇത് അഭിനവിൻ്റെ ലൈഫ് തന്നെയാണോ ഈ പറഞ്ഞത്? കാരണം ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ, മലയാളത്തിലെ ദ മോസ്റ്റ് എന്താ പറയുക എല്ലാവരും പേടിപ്പിക്കുന്ന ഹൊറർ അല്ലേ, ഹോണ്ടിങ് ഹൊറർ മൂവി എടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു റൈറ്റർ ഡയറക്ടർ സ്പെസിമനാണ് ഈ പറഞ്ഞ നെസ്ലിൻ്റെ ക്യാരക്ടർ. അതിൻ്റെ ലുക്കിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് മൊത്തം അഭിനവിനെയാണ് കണ്ടത് ഞാൻ. ആ കണ്ണട, ആ ഡ്രസ്സിങ്, മൊത്തത്തിൽ അതിനിടെ മനസ്സിലായോ, ഒരു അറഗൻ ഫിലിം മേക്കർ. ഒന്നിനും അയാളെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റില്ല, ആർക്കും അയാളോട് കോംപ്രമൈസിന് സംസാരിക്കാൻ പറ്റില്ല. അയാൾ ആവശ്യപ്പെടുന്നത്, അയാൾക്ക് ആവശ്യമുള്ളത്, അയാൾ വിചാരിക്കുന്നത് മാത്രമേ അയാളുടെ സിനിമയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള വാശി. മുകുന്ദനുണ്ണി കണ്ടപ്പോഴേ നമുക്കത് അറിയാം. അതിനകത്ത് തന്നെ എഴുതിയത് ആർക്കും നന്ദി പറയാത്തൊരു സാധനമൊക്കെ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ പടം. ഇതിനകത്ത് നെസ്ലിൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴേ ഞാൻ ആ മെസ്സേജ് അയച്ചേ, ഇത് നിങ്ങൾ തന്നെയല്ലേ, ഇത് നിങ്ങളുടെ സ്റ്റോറി അല്ലേ. സെക്കൻഡ് ഹാഫാണ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, സെക്കൻഡ് ഹാഫിലൊക്കെ ആ സാധനം അടിവരെടുന്നുണ്ട്. സെൽഫ്ലെസ് ആയിട്ട് കാണിക്കുന്ന ഫേക്ക് ഫേസുകളുടെ ഇടയിൽ സെൽഫിഷ് ആയിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആവാം അല്ലേ, അതൊരു ഭയങ്കര സംഗതിയാണ്. അതായത് എല്ലാവരും ഇപ്പം എന്താ പറയുക, നമ്മൾ സെൽഫ്ലെസ് ആവണം, ഡൗൺ ടു എർത്ത് ആവണം, നമ്മളെ വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ചില സമയങ്ങളിൽ കർമ്മ ഹെൽപ്പ് ചെയ്യും. ബുൾഷിറ്റ്, എല്ലാം വേസ്റ്റ് ആണെന്നുള്ളത് കാണിക്കുന്ന പോലെ ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു തരം പീക്ക് ഹൈ ഉണ്ട്. ആ പീക്ക് ഹൈ കഴിഞ്ഞിട്ടും പടത്തിൻ്റെ ക്ലൈമാക്സിൽ എന്താ അറിയോ, ഈ ദിസ് അറഗൻ ഫേസ് റിമൈൻസ് എ ഫെയിലിയർ എന്നുള്ളതിന്റെ ഒരു അല്ലേ, എങ്ങനെയാണോ മൂപ്പര സ്വഭാവം ആ ഒരു ഇതാണ് എനിക്ക് സത്യം. എനിക്കിതൊരു അഭിനവിന് എവിടേക്കോ അഭിനവിന്റെ തന്നെ കുറെ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ട് എടുത്തൊരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐ ഡോണ്ട് നോ അതങ്ങനെയാണോ എന്നുള്ളത്, ബട്ട് ഐ ഫെൽറ്റ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷീണല്ലേ, ജയിക്കാനുള്ള സാധ്യത ശ്രദ്ധിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല, കാരണം അവർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കഥ കയ്യിൽ നിന്ന് പോകും. പക്ഷെ ഇല്ലടാ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ചില സീനുകളിലൊക്കെ കൊടുക്കുന്ന ഒരു എലിവേഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനിടയിൽ ഒരു സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഒരു റാപ്പ് വരുന്നുണ്ട്. ആ റാപ്പൊക്കെ എമ്മാതിരി ഐറ്റം അറിയോ, അതൊക്കെ
കോപ്പിവുഡ് മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഐറ്റമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. കമ്പോസർ ഞാനല്ലോ, ജെയ്ക്ക് ബിജോയാണ്. ജെയ്ക്ക് ബിജോയിന്റെ ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസറല്ല, ആഷിഖ് ഉസ്മാൻ. ആഷിഖ് ഉസ്മാന്റെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ആഷിഖ് ഉസ്മാന്റെ ഒരു കഥ, ഇൻഡസ്ട്രിക്കകത്ത് അയാളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സിനിമയ്ക്കകത്ത കഥ പറയുന്ന, സിനിമാ കഥ പറയുന്ന പല സിനിമകളും നമ്മൾ കണ്ടു കാണും. പക്ഷെ ഇതൊരു ഗോട്ട് പടമായിപ്പോയി. കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഒരു പടത്തിന്റെ അവസ്ഥ കേരളത്തിൽ. എല്ലാം ഒരു അറഗന്റ് ഫിലിം മേക്കറുടെ മലയാളത്തിലെ അവസ്ഥ എന്താണ്, ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഈ സിനിമയിൽ എല്ലാവരെയും സൂചിപ്പിച്ച് നടക്കുന്നവരുടെ സിനിമ ലൈഫ് എന്താണ്, അതിനകത്ത് തന്നെ ഒരു സിനിമ എടുക്കുന്നത് എന്തിനാണ്, എടുക്കാത്തത് എന്തിനാണ്, എല്ലാം ഔട്ട് ആൻഡ് ഔട്ട്. ഇത്രയും എന്റർടൈൻമെന്റ് ക്വാളിറ്റി വരെ പറയുന്നുണ്ട് എല്ലാ സാധനവും. അതായത് ഭീകരമായിട്ട് അടികൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോട് കാണുന്നതിന് മുന്നേ, അല്ലേ, കാണാൻ കയറുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ള അടികൾ കൊട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിക്കാറ, അഭിനവ് ഇനി എന്താവും ഇൻഡസ്ട്രിയിൽ കൂടുതൽ കൂടുതൽ അഹങ്കാരി എന്നുള്ള ടാഗിലേക്ക് അഭിനവ് സുന്ദർ നായിക്ക് കയറിപ്പോവും. എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇനി ഈ പടം ഉണ്ടാവും. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. നെസ്ലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഈ പടത്തിൻ്റെ നറേഷൻ ആണെങ്കിലും, ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി ഉണ്ട് സിനിമയ്ക്കകത്ത. സിനിമയുടെ ചതിക്കുഴികളും സക്സസ് സ്റ്റോറീസും ഫെയിലിയർ സ്റ്റോറീസും ഒക്കെ പറഞ്ഞു തരുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഇതിനൊരു വേറെ ഷെയ്ഡ് ഉണ്ട്, ഒരു ജെൻസി ഷെയ്ഡ് കൂടി ഇതിനുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു റെലവൻസ് ആ ഒരു പാട്ടും കൂടി ഉണ്ട്. പിന്നെ കണ്ട സാധനം തന്നെ കാണിച്ചു തന്ന് പോകുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് തല കറങ്ങിപ്പോണ്ടാവൂല്ലേ, രാമുസിനും അഭിനവ് നായിക്കുമാണ് റൈറ്ററായിട്ട് എഴുതിണ്ടാക്കുന്ന മാത്രം. ഇത് സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരുമ്പോഴേ കണ്ടിറങ്ങിയ ഏകദേശം നമുക്ക് തന്നെ ഇപ്പൊ കഥ ചോദിച്ചാ അതിപ്പോ എവിടെ തുടങ്ങി എന്നുള്ളതൊരു പിടുത്തം കിട്ടൂല. കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണിത്. അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്നുള്ള ഷിഫ്റ്റാണ്, മനസ്സിലായോ? ഒരു സിനിമയ്ക്കകത്ത സിനിമ കൊണ്ടുവരാൻ വന്ന ഒരു പാസ്റ്റും അതിൻ്റെ ഒരു പ്രസന്റ് സിറ്റുവേഷനും ഇനി ഫ്യൂച്ചർ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണോ പടത്തിനകത്തൊരു ചെങ്ങായി, അറകൻ ചെങ്ങായി ഫെയിലിയറായി പോകുന്നത്, അത് അങ്ങനെ തന്നെ പോകുന്നുള്ള രീതിക്ക് ഒരു സാധനവും വെക്കാം. ബട്ട് ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം, ഒരു രക്ഷയില്ല. അത് എസ്പെഷ്യലി ഞാൻ പറയല്ലോ, നെസ്ലിൻ ഡേ ബൈ ഡേ ഗ്രോ ചെയ്യാണ് അല്ലേ, നല്ല മാറ്റം. ഓരോ നടന്മാരും ഇവിടെ പടം എടുത്ത് പൊട്ടിച്ച് ഞാൻ അഭിനയം പഠിക്കാന്ന് പറഞ്ഞ് കരയുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യണോ, എന്നെ പഠിക്കാൻ നിങ്ങൾ ഒപ്പം നിൽക്കണം, തെരഞ്ഞെടുക്കണം. നല്ല ഹോംവർക്ക് ഉണ്ടോ, നല്ല എഫേർട്ട്, തെരഞ്ഞെടുക്കണ കഥകളും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും. കഥ തെരഞ്ഞെടുക്കുന്ന മാത്രമല്ല, സ്ക്രീനിൽ ഡെലിവർ ചെയ്യുന്നൊരു നമുക്കൊരു ഓറ ക്രിയേറ്റ് ചെയ്യണം. ഹൗ എ ഹീറോ മെറ്റീരിയൽ കംസ്, ഒരു ഓറയിൽ നിന്നാണ് ഒരു ഹീറോ മെറ്റീരിയൽ വരിക. നെസ്ലിൻ ഇപ്പൊ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടന്മാരെയും നെസ്ലിനും കമ്പയർ ചെയ്യുമ്പോൾ നെസ്ലിൻ ഹാവ് ദാറ്റ് ഓറാനോ, ആ ഓറ വന്നു തുടങ്ങി. ആ ഓറ വരുന്നത് തന്നെയാണ് ഒരു ഹീറോ മെറ്റീരിയലിന്റെ ഏറ്റവും സക്സസ്. ഇനി അങ്ങനെ കയറിപ്പോവും. പല നടന്മാരും ഫെയിലിയർ ആവുന്നത് അവിടെയാണ്, സ്വയം മോൾഡ് ചെയ്യാൻ മറക്കുവര്. പക്ഷെ ഇവൻ കണ്ടില്ല, ആ പാട്ടിനിടയിലൊക്കെ ആ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കുമ്പോഴും അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചില ഫെയിലിയർ സിറ്റുവേഷനിലും ഒക്കെ ചെങ്ങായിയുടെ ഒരു തരം ഒരു ഹീറോ മെറ്റീരിയലിനുള്ള ഒരു ഓറ ഉണ്ട്, അത് ഡെലിവർ ആവുന്നുണ്ട്. ചിലരല്ലേ, ചിലരൊക്കെ കണ്ടു പഠിക്കട്ടെ. കുറെ ആൾക്കാർക്ക് മലയാളത്തില് എണ്ണം പറഞ്ഞ യങ് യൂത്ത് നടന്മാരിൽ എണ്ണം പറയാനൊന്നുമില്ല, അധികാരമൊന്നും ഇല്ലെങ്കിലും ഇപ്പോ നെസ്ലിനും സന്ദീപ് അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിൽ തന്നെ ലെസ്ലിനും കയറും. അത് ഇങ്ങനത്തെ പടങ്ങളും കൂടി ആവുമ്പോണ്ടല്ലോ സെറ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്തുകയാണ്. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പറയും. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ അഗെയിൻ പറയുന്നു, ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, രണ്ടും വരാം ഇതിനകത്ത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.